Welcome and thank you for watching today. Evangelist Kochepa Verghese has been able to minister in many different parts of the world, including different parts of Africa, the Middle East, and India. And God is using this ministry in a great way to impact many, many lives. You can use the information that you see on the screen to contact Evangelist Kochepa Verghese and have him come and minister at your local church to learn more about what God is doing through this ministry firsthand. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരെ ഉള്ളതുകൂടി എടുത്തു കളയും എന്ന ഓരോ വാർത്തകൾ ശുശ്രൂഷവേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. நாமத்தில் உங்களை அவரை வாழ்த்துகிறோம். இந்த அருமையான நல்ல ஆராதனை வேலைக்காக நான் அவரை துதிக்கிறேன். இந்த கூட்டத்தை ஆயத்தப்படும்படியாக கர்த்தர் கொடுத்த கிருபைக்காக ஆண்டவருக்கு ஸ்தோத்திரம் செலுத்துகிறேன். இந்த கூட்டத்தை குறித்து பாஸ்டர் ஜேவி பீட்டர் அவர்கள் என்னோடு போன் பண்ணி சொன்னாங்க. பாஸ்டர் வினோய் ஆந்திரா வந்திருக்கிறார்கள். அவர்கள் எனக்கு போன் பண்ணி சொல்லி அது மாத்திரமல்ல அருமையான இந்த கூட்டங்களை செய்து கொடுக்கும்படி பாஸ்டர் கொச்சைப்பா வர்கீஸ் அவர்கள் அமெரிக்க தேசத்திலே ஊழியம் செய்கிறார்கள். உலகத்தில் பல நாடுகளுக்கு போய் அவங்க ஊழியம் செஞ்சுட்டே இருக்காங்க. அப்படி அவருடைய ஒரு சிடி நான் பார்த்தோம். நிறைய நைஜீரியா இன்னும் பல தேசங்களுக்கு உலகமெங்கும் போய் கர்த்தருடைய ஊழியத்தை செய்கிற ஒரு நல்ல கிருபை பெற்ற தேவ மனிதன். அவர்களை கர்த்தர் மண்டபத்தில் அனுப்பியிருக்கிறார். அவர்களை நான் ஆண்டவர் இயேசுவின் நாமத்தில் யெகோவா ரட்சணை சபையின் சார்பிலே நம்முடைய எல்லோருடைய சார்பிலும் அவருடைய அன்போடு நான் வரவேற்கிறேன். Praise the Lord. Hallelujah. முடிவுகள் நான் ஜெபித்தது அந்த பந்து நடக்காது என்று சொல்லிதான் ஜெபித்தேன் சொன்னேன். பந்தின் மேலே கூடி என்னை கொண்டு வந்த தெய்வமானோட கடந்து வந்திருக்கிறது. அந்த பந்திற்கு மேலாக என்னை அழைத்து வந்த தேவன் தான் இன்றைக்கு நம்மத்திலே இங்கே கடந்து வந்திருக்கிறது.
സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ. യേശു ആരിലും വലിയവൻ. നാം എപ്പോഴും അറിഞ്ഞിരിക്കണം, ലോകത്തിൽ ആരും വലിയവനില്ല. യേശു അല്ലാതെ മറ്റാരും വലിയവനില്ല. യേശുവാണ് സകലത്തിനും മതിയായവൻ. അവനാണ് വലിയവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്, 1 സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, 2 മനുഷ്യനേക്കാളും മനുഷ്യന്റെ ഹൃദയത്തെക്കാളും വലിയവൻ, 3 ലോകത്തിലുള്ളവനേക്കാളും സകല ദേവന്മാരിലും വലിയവൻ, 4 അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തെക്കാൾ വലിയവൻ. അതിന് 7 ദേവാലയങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ കാണിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അത് 7 ദേവാലയങ്ങൾ കണ്ട് സന്തോഷിച്ചവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1 മോശ പണിത ടാബർനാക്കിൾ, 2 ശലോമോൻ പണിത ദേവാലയം, 3 സെരുബാബേൽ പണിത ദേവാലയം, 4 ഹേരോദാവ് പണിത ദേവാലയം, 5 നാം ആകുന്ന ദേവാലയം, 6 പണിയുവാൻ കഷ്ടകാലത്ത് അഥവാ പീഡനകാലത്ത് പണിയുവാൻ ഇരിക്കുന്ന ദേവാലയം, അത് കഴിഞ്ഞ് യഹസ്കേൽ കണ്ട ദേവാലയം. ഇങ്ങനെ 7 ദേവാലയങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ 7ാമത്തെ ദേവാലയത്തിന്റെ 7 പ്രത്യേകതകളുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച പറയാനായിട്ട് നേരമില്ലായിരുന്നത് കൊണ്ട് ഈ സമയം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, അല്പസമയത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവൻ യോനയിലും വലിയവൻ എന്ന വിഷയം ഇന്ന് പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യഹസ്കേല് അളന്ന ദേവാലയത്തിന്റെ പ്രത്യേകതകൾ 7 1 അത് ആരാധനാ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. അത് 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് ഡ്യൂട്രോണമി 12:4-5 വാക്യങ്ങളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 5-7 വാക്യത്തിലും കാണുവാൻ സാധിക്കും. ആരെങ്കിലും ആവർത്തന പുസ്തകം 12-4-5 വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് ആലയം. 2 സമാധാനത്തിന്റെ ഉറവിടമാണ് ദേവാലയം. ഇന്ന് അനേകര് ആലയങ്ങളിൽ പോകുന്നു, എന്നാൽ തിരിച്ചു വരുന്നത് സമാധാനത്തോടെയാണോ? നിങ്ങൾക്കെല്ലാം അറിയാം, വളരെ ചുരുക്കം പേര് മാത്രമേ സമാധാനത്തോടെ കടന്നു വരുന്നുള്ളൂ. ഹഗ്ഗായി പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ, നമ്മൾ സമാധാനത്തിനു വേണ്ടിയാണ് ദേവാലയങ്ങളിൽ കടന്നു പോകുന്നത്, സമാധാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് അനേകർക്ക് ലഭിക്കാത്ത ഒരു വിഷയമാണ് ആരാധനയിൽ സമാധാനം. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം വായിച്ചോ. ഈ ആലയത്തിന്റെ പിന്നത്തെ പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. അപ്പോ ഇനിയും പണിയപ്പെടാനിരിക്കുന്ന അഥവാ യഹസ്കേൽ കണ്ട ആലയത്തിന്റെ പ്രത്യേകതയാണ്, ഈ സ്ഥലത്ത് ഞാൻ സമാധാനം അരുളും. 3 ഈ ആലയത്തിന്റെ പ്രത്യേകത, ദേവാലയത്തിന്റെ പ്രത്യേകതകളാണ്. 7 കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിനകത്ത് 3-ാമത്തെ കാര്യം പ്രാർത്ഥനാലയമാണ് ദേവാലയം. സ്തോത്രം. യെശയ്യാ പ്രവചനം 56:7. അത് ഒരുപാട് വാക്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. 56:7, സങ്കീർത്തനം 27:4, മത്തായി 2:13, മർക്കോസ് 2:13, 11:7, ലൂക്കോസ് 19:45. 56 യെശയ്യാ 56 7-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാലയത്തിൽ ചെന്നാൽ ദൈവമക്കളെ നമുക്ക് സന്തോഷമുണ്ടാകണം. അതാണ് ആലയം, അതാണ് ദേവാലയത്തിന്റെ പ്രത്യേകത.
ഞാൻ മുമ്പേ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ 7 ദേവാലയത്തെ കുറിച്ച് കണ്ടു. ആ 7 ദേവാലയത്തിൽ യെഹെസ്കേൽ അളന്ന ദേവാലയത്തിന്റെ പ്രത്യേകത അതിനി വന്നിട്ടില്ല, വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ ഈ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കും. ഇനി നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അവിടെ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ഭൂമിയൊക്കെയും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ. ഇതാണ് കർത്താവിന്റെ ഉദ്ദേശം, പഠിപ്പിക്കുക എന്നുള്ളത്. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ, ഞാൻ വലിയ ടീച്ചറുമല്ല പഠിപ്പിക്കുന്നവരുമല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നതെന്നുള്ളേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പ്രസംഗമായിട്ട് എടുക്കണേ പ്രസംഗമായിട്ടെടുക്കാം, പഠിപ്പീരായിട്ടെടുക്കാം. സോ വാട്ട് അതോ പ്രവചനമായിട്ടെടുക്കണേ പ്രവചനമായിട്ടെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യെശയ്യാപ്രവചനം 2-ാം അധ്യായം അതിന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യത്തിനകത്ത് എവിടെ നിന്ന് ഉപദേശം പുറപ്പെടുന്നു, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചാട്ട്. അതെ, അത് തന്നെ. നാം അവന്റെ പാതകളിൽ നടക്കണം. അതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, യേശുവിനെ അനുഗമിക്കുന്നവർ, അവന്റെ പാതകളിൽ നടക്കുന്നവർ, അവൻ എന്താണ് പറഞ്ഞത് അത് പഠിക്കണം, അത് കേൾക്കണം, അതും പ്രകാരം ജീവിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് എന്താണ് ഈ ആലയത്തിൽ നടക്കുന്നത്, ഇതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത് 7 കാര്യങ്ങളുണ്ട്. സ്തോത്രം. ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ 5-ാമത്തെ വിഷയം പ്ലേസ് ഓഫ് പ്രൈസ്. കർത്താവിനെ ഉയർത്തുന്ന സ്ഥലമാണ് ദേവാലയം. പ്ലേസ് ഓഫ് പ്രൈസ്. ഓക്കെ, അത് നമുക്ക് യെരമ്യാപ്രവചനം 33:7 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ കാണാം. അതുപോലെ തന്നെ സങ്കീർത്തനം 134, 135 ഈ അധ്യായങ്ങളിൽ കാണാം. യെരമ്യാപ്രവചനം 33:7 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എല്ലാ വാക്യം വായിക്കണമെന്ന് നിർബന്ധമില്ല. മതി. ആ വാക്യം മാത്രം, 9-ാമത്തെ വാക്യം മാത്രം ഒന്നുകൂടെ വായിച്ചേ മാമേ. ഇന്ന് ചോദിക്കട്ടെ, ഇന്ന് ചർച്ചുകളില് ദൈവത്തെ ഉയർത്തുന്ന വാക്കുകളാണെന്ന് പറയുന്നത്. ദൈവം ന്യായവിധി അയച്ചു, ദൈവം അങ്ങനെ ചെയ്തു, ദൈവം ഇങ്ങനെ ചെയ്തു, ഇതൊക്കെയല്ലേ പറയുന്നത്? ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്? ദൈവം കോപത്തിന്റെ ദൈവത്തെയാണ് ചിത്രീകരിച്ച് കാണിക്കുന്നത്. എന്നെ കിട്ടത്തില്ല അതിന് പറയാനായിട്ട്. കാരണം ദൈവം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. വായിച്ചു, ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെക്കുറിച്ചും കേൾക്കുന്ന സകല ഭൂജാതികളെയും അത് എനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വമായിരിക്കും. ദൈവം ചില പ്രാർത്ഥനയിൽ മറുപടി തരത്തില്ലെന്ന് വരെയല്ല പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, കർത്താവിനെ കുറിച്ച് എന്തുവാ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതുകൊണ്ടാണ് യേശു ആരിലും വലിയവൻ എന്ന് മനസ്സിലാക്കേണ്ടത്. ആ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തീർത്താട്ടെ മാമ. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ
ഇന്ന് അനേകർ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് ദൈവം ചെയ്ത് കൂട്ടിയതാ, ദൈവമാണ് ചെയ്തേക്കുന്നത്, പറഞ്ഞു പേടിപ്പിക്കാം മനുഷ്യനെ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ഒന്ന് ഈ ആലയത്തിന്റെ പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് പ്ലേസ് ഓഫ് പ്രൈസ്, അത് 16 വരെയുള്ള വാക്യമുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുകയാണ്. 6ാമത്തെ വിഷയം പ്ലേസ് ഓഫ് റിമംബറൻസ്, ഓർക്കുന്ന സ്ഥലമാണ് ഈ ആരാധനാലയം. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. ഓക്കെ, അത് ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട്. റിമംബർ ചെയ്യണമേ എന്നാണ് വായിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. കർത്താവ് അന്റെ സന്നിധിയിൽ കടന്നു വരുന്ന പ്രാർത്ഥിക്കുന്നതിനെ ഓർക്കണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആലയത്തിൽ കടന്നു വന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഓർക്കുന്ന, പണ്ട് ശലോമോൻ പ്രാർത്ഥിച്ച് അഥവാ ഇന്നതുപോലെ ഓർക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വരുമ്പോൾ കർത്താവ് അത് റിമംബർ ചെയ്യും, നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 7ാമത്തെ പ്രത്യേകത ആലയത്തിന്റെ പ്രത്യേകതയാണ്, ആലയങ്ങളുടെ അല്ല, ആലയത്തിന്റെ പ്രത്യേകത പ്ലേസ് ഓഫ് പ്രോമിസ്. പ്രോമിസിന്റെ സ്ഥലമാണ് ആലയം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 verse 23, എഹെസ്കേൽ 48:14, സങ്കീർത്തനം 23:6. ഇതിനകത്ത് റെവലേഷൻ 21:23 വാക്യം മാത്രം ഒന്ന് വായിച്ചാണ്. അതാണ് പ്ലേസ് ഓഫ് പ്രോമിസ്. കുഞ്ഞാട് നിന്റെ വിളക്കാണ്. ദാറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് പ്രോമിസ്. ആ സ്ഥലത്ത് കുഞ്ഞാടാണ് നിന്റെ വിളക്ക്. അവൻ നിനക്ക് വിളക്കായിരുന്നാൽ ഒരു ദോഷവും നിനക്കുണ്ടാകത്തില്ല. ദൈവമക്കളെ, ഈ 7 കാര്യങ്ങൾ ഒന്നും ഓർത്തില്ലെങ്കിലും ഈ 7 കാര്യങ്ങൾ ഓർത്താൽ മതി. അത് ദേവാലയം എന്ന് പറയുന്നത് ആരാധനാ സ്ഥലമാണ്, സമാധാനത്തിന്റെ ഉറവിടമാണ്. 3, അത് പ്രാർത്ഥനാലയമാണ്, വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. 7, പ്ലേസ് ഓഫ് പ്രൈസ്. 5, പ്ലേസ് ഓഫ് പ്രൈസ്. 6, പ്ലേസ് ഓഫ് റിമംബറൻസ്. 7, പ്ലേസ് ഓഫ് പ്രോമിസ്. ആലയത്തിൽ ചെല്ലുമ്പോൾ, ദൈവവുമായിട്ട് ബന്ധത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആരാധനാ സ്ഥലമാണ്, സമാധാനത്തിന്റെ ഉറവിടമാണ്, അത് പ്രാർത്ഥനാലയമാണ്, ആ ദൈവവചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, പ്ലേസ് ഓഫ് പ്രോമിസ് ആണ്, പ്ലേസ് ഓഫ് പ്രൈസ് ആണ്, പ്ലേസ് ഓഫ് റിമംബറൻസ് ആണ്, പ്ലേസ് ഓഫ് പ്രോമിസ് ആണ്. ഈ 7 കാര്യങ്ങളാണ് ആലയത്തിന്റെ പ്രത്യേകത. 7 ആലയത്തെക്കാൾ ഇതിലൊക്കെയും ഞാൻ പറഞ്ഞു 7 ആലയങ്ങളെ കാണിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ദേവാലയത്തെക്കാൾ വലിയവൻ. ഈ ആലയം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയും എന്ന് യേശു പറഞ്ഞപ്പോ അങ്ങനെ പറയുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇവിടെ കേട്ടത്. ദേവാലയത്തെക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ദേവാലയം എന്ന വാക്ക്, ടെമ്പിൾ എന്ന വാക്ക് 204 പ്രാവശ്യം പഴയ നിയമത്തില്, പുതിയ നിയമത്തില് 117, എല്ലാ വചനത്തിനകത്ത്, പുതിയ നിയമത്തിനകത്ത് 117 പ്രാവശ്യം ടെമ്പിൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ടെമ്പിൾ ഓഫ് ദ ലോർഡ് എന്ന് 24 പ്രാവശ്യവും ന്യൂ ടെസ്റ്റ്മെന്റിൽ 1 പ്രാവശ്യം എഴുതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൗസ് ഓഫ് ദ ലോർഡ്, പിന്നെ പ്ലേസ് ഓഫ് ഹോളി, മോസ്റ്റ് ഹോളി പ്ലേസ്. ഇങ്ങനെ ടെമ്പിളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിട്ട് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അവൻ യോനയിലും വലിയവൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് കർത്താവ് യോനയിലും വലിയവൻ എന്ന് പറയാനുള്ള കാരണം എന്ന് നമുക്ക് ഒന്ന് നോക്കാം.
മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാണ്. Praise the Lord. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യേശു ആരിലും വലിയവൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ദൈവമക്കളെ, കർത്താവ് അന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഇന്ന് വല്ല സ്ഥാനവും ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് ആ വാക്കുകൾക്ക് വല്ല സ്ഥാനമുണ്ടോ? പരീശന്മാരും ശാസ്ത്രിമാരും അവരോട് ചോദിക്കുന്നു, ഒരടയാളം നീ കാണിച്ചു തരണം. ഇന്നും മനുഷ്യരെന്താ നോക്കിക്കൊണ്ട് നടക്കുന്നത്? അടയാളങ്ങൾ. അവരെ കുറിച്ച് യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? കോട്ടവും വ്യഭിചാരവും ഉള്ള തലമുറ. ദൈവമക്കളെ, വളരെ സീരിയസ് ആയിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ വാക്കൊന്നുമല്ല ആ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ സിമ്പിളായി നമ്മൾ തള്ളിക്കളയരുത്. ദോഷമുള്ള തലമുറ, വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. സ്തോത്രം. അത്ഭുതത്തിന്റെ പുറകെ ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കിട്ടിയാലും, അടയാളങ്ങൾ കിട്ടിയാലും അവരെ വിശ്വസിക്കാത്തവർ. എനിക്കൊരു വിഷയമുണ്ട്. ഞാൻ പലപ്പോഴും ഒക്കെ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് പ്രസംഗിച്ചിട്ടില്ല. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. ദൈവമക്കളെ, ആരാണ് അടയാളം തപ്പുന്നത്? നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, കർത്താവ് എനിക്ക് ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യാം. കർത്താവ് ആരുടെയും കണ്ടീഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളൊന്നുമല്ല. കർത്താവിന് ആരുടെയും കണ്ടീഷനും വേണ്ട. നീ ചെയ്തില്ല, നിന്റെ കർത്താവിന് 10,000-കണക്കിന് ജനത്തെ കിട്ടും. ദൈവമക്കളെ, കർത്താവ് അവരോട് പറഞ്ഞത് ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. എന്നിട്ട് പറയുകയാണ്, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവരന്ന് വിശ്വസിച്ചിരുന്നു യോനയാണ് എല്ലാ പ്രവാചകന്മാരിലും വ്യത്യാസമുണ്ടായിരുന്നത്. കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നിട്ടും മരിക്കാതെ എഴുന്നേറ്റ് വന്ന് പ്രവചിച്ചവൻ. ഇന്ന് മനുഷ്യർ അങ്ങനെ പുറകെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം മനുഷ്യ ദൈവങ്ങളെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. മനുഷ്യ ദൈവങ്ങളാണ് ഇപ്പൊ കൂടുതലുള്ളത്. പ്രവാചകന്മാരെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അവരിലാണ് ആശ്രയം, അവരിലാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ പറയുന്നില്ലേ ഈ പ്രവാചകൻ 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലിരുന്നു എന്ന്? ഓക്കെ, അത് തന്നെ ഞാൻ നിനക്ക് അടയാളം തരാൻ പോവുകയാണ്. നീ പറഞ്ഞില്ലേ പ്രവാചകനാണ് വലുതെന്ന്? അത് തന്നെ ഞാൻ അടയാളം തരാൻ പോവുകയാണ്. നീ പറഞ്ഞില്ലേ അവൻ വീണ്ടും എഴുന്നേറ്റ് വന്ന് പ്രസംഗിച്ചു എന്ന്? അത് തന്നെ ഞാൻ അടയാളം തരാൻ പോവുകയാണ്. നിങ്ങൾക്കല്ലേ അടയാളം വേണ്ടിയത്? ഞാൻ അടയാളം തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അടയാളം കിട്ടിയപ്പോ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ അടയാളം ലഭിച്ചവര് എന്ത് സംഭവിച്ചു? നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇച്ചിരിയുടെ വ്യത്യാസമായിട്ട് എഴുതിയിരിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 11:29 മുതൽ 32 വരെയുള്ള വാക്യത്തിനകത്ത് ഒരു സ്വല്പം വ്യത്യാസമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിനൊന്ന് നോക്കിയേ.
പുരുഷാരം തൂങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, ഇത് അടയാളം അന്വേഷിക്കുന്നു. അപ്പൊ യേശുവിന്റെ മുന്നാലെ വരുന്നത് ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ്. അത്ഭുതം കാണണം, എനിക്ക് വിടുതൽ വേണം. ആരെങ്കിലും എടുത്തോണ്ടെന്നുണ്ടെ 27-28 ചേർത്തൊന്ന് വായിച്ചാണ്. ലൂക്കോസ് 11:27-28 കൂടെ ചേർത്ത്. ഇന്ന് ആര് ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചാലും മാമേ. അപ്പൊ ആരെ ഉയർത്തിയത്? ഇപ്പോ ആരെയാണ് ഉയർത്തിയത്? യേശുവിന്റെ അമ്മയായ മറിയെ. അപ്പോൾ യേശു അന്നേരം ഇതിന് മറുപടി എന്താ പറഞ്ഞത്? അപ്പൊ യേശു കുടിച്ച മുലയോ യേശുവിനെ ചുമന്ന വയറോ അല്ല ഭാഗ്യമുള്ളത്. ഇത് ഞാനല്ല പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം യേശു എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. യേശു കർത്താവ് പറയുന്നു, ഒരു സ്ത്രീ വിളിച്ചു പറയുന്ന കാര്യമാണ്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല. കാരണം അവൾ വിളിച്ചു പറയാനുള്ള കാര്യം എന്തായിരുന്നു? എന്റെ കുഞ്ഞുങ്ങളെക്കാട്ടില് കുഞ്ഞുങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് എന്റെ മഹത്വമാണ്. കുഞ്ഞുങ്ങൾ വലുതായിട്ടുണ്ടെങ്കിൽ ഞാനാണ് അവനെ ചുമന്നത്, ഞാനാണ് അവനെ മുലകൂട്ടി വളർത്തിയത്. അതുകൊണ്ട് എനിക്കാണ് മഹത്വം വേണമെന്ന് നിങ്ങൾ പറയുന്നത്. എന്ത് പറയുന്ന ഒരു സഹോദരിയുടെ കാര്യമായി ഇപ്പൊ പറയുന്നത്? അവളാണ് വിളിച്ചു പറയുന്നത്. അവൾ എന്താ വിളിച്ചു പറയുന്നത്? ഉച്ചത്തിവന് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ അല്ല, ദൈവം. അന്ന് വായിച്ച 28ാമത്തെ വാക്യം. ആരാണ് ഭാഗ്യവാൻ? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നിനക്കും എനിക്കും ഭാഗ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ലോട്ടറി എടുക്കുന്നവന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. യേശുവിന് മുല കൊടുത്ത അമ്മയല്ല, യേശുവിനെ ചുമന്ന അമ്മയല്ല ഭാഗ്യമുള്ളത്. പിന്നെ ആരാണ് ഭാഗ്യമുള്ളത്? അവന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യമാണ് നമ്മളിപ്പോ വായിച്ചത്. വായിച്ചാട്ടെ. ഈ തിങ്ങിക്കൂടിയ ജനത്തിന് എന്താണ് വേണ്ടത് ദൈവമക്കളെ? അവർക്ക് കുറച്ച് അടയാളങ്ങൾ വേണം, കുറച്ച് അത്ഭുതങ്ങൾ നടക്കണം, വിടുതലുകൾ നടക്കണം. അവരുടെ കുഷ്ഠരോഗികൾ സൗഖ്യമാകണം, അവരുടെ രോഗങ്ങൾ വിട്ടുപോകണം, ക്യാൻസർ സൗഖ്യമാകണം, അഥവാ അവരുടെ ഭൂതങ്ങൾ വിട്ടുപോകണം. ഇതൊക്കെയുള്ള അവരുടെ വിഷയം. ഇന്ന് ജനത്തിന് എന്താ വേണ്ടത്? സൗഖ്യവും അടയാളങ്ങളാണ് വേണ്ടത്. അവിടെ വരെ ചെന്നിട്ട് വല്ല നടന്നു, ഇവിടെ ചെന്നപ്പോ വല്ല നടന്നു. അത്ഭുതം നടക്കുന്നുണ്ടോ? അടയാളങ്ങൾ നടക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഞാനൊരു ദിവസം നിങ്ങളെ അത്ഭുതവും അടയാളങ്ങളും പഠിപ്പിക്കുക, അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളെ പഠിപ്പിക്കാം. അന്നേരം നിങ്ങൾ പറയാൻ, കർത്താവേ അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കണേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമക്കളെ, ഇതിന്റെയൊക്കെ പിന്നിലൊക്കെ ഒരുപാട് വില കൊടുക്കണം. സ്തോത്രം. ദൈവമക്കളെ, സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചിന്തി ചോദിക്കുക. ഒരത്ഭുതം നടക്കണം. ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞ ആ അമ്മാമ്മയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു. ഇപ്പൊ എനിക്കറിയത്തില്ല ആരോടാ ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തി ചോദിക്കുക. ആ അമ്മാമ്മയുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വലിയ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ജീവിതം, വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10-15 വർഷമായി കാത്തിരുന്നു. ഒരു കുഞ്ഞുണ്ടായി. 15 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായെന്നിരിക്കട്ടെ. കുറച്ചു കാലം കൂടെ കഴിഞ്ഞു. അപ്പൊ എത്ര കാലം പ്രാർത്ഥിച്ചു? 15 വർഷം. 15 വർഷം കാത്തിരുന്നു. പല ഡോക്ടറെ കണ്ടു, പലരെ കണ്ടു, പല കാര്യങ്ങൾ പോയി. ഒരു മാനുഷിക കാര്യങ്ങൾ മുഴുവൻ തീർന്നപ്പോൾ ഒരു അത്ഭുതം നടന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ആ കുഞ്ഞിനൊരു രോഗം പിടിപെട്ടെന്നിരിക്കട്ടെ. രോഗം പിന്നെ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രാർത്ഥിച്ച് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയൊരു അത്ഭുതം കാണണം, കർത്താവേ ഒരു അത്ഭുതം കാണണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ കുഞ്ഞിന് അത് രോഗം പിടിച്ചു. ഈ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞ് എവിടെ വരെ എത്തണം? മരണത്തിന്റെ വാതിക്ക വരെ എത്തണം. അത് കഴിഞ്ഞിട്ട് കർത്താവ് അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിനെ അങ്ങ് രക്ഷിച്ചെന്നിരിക്കട്ടെ. പിന്നെ അടുത്ത അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം പിന്നെ ഇങ്ങനെ പോകണം? കഷ്ടതയിലൂടെ പോകണം. അപ്പൊ അത്ഭുതങ്ങൾ നടക്കുന്നത് നിന്റെ കഷ്ടങ്ങളിൽ കൂടി പോയി ഒരു വിടുതൽ കിട്ടുന്നതാണ്. ദൈവമക്കളെ, അതല്ല നിങ്ങൾക്ക് വേണ്ടത്, അനുഗ്രഹമാണ്. സോ ഐ വിൽ ടീച്ച് യു വൺ ടൈം അത്ഭുതങ്ങളും മിറക്കിൾസ് ആൻഡ് ബ്ലെസ്സിങ്സ്. നമുക്ക് എന്താണ് ഇന്ന് അനേകർ അജ്ഞരായി കിടക്കുകയാണ്. അത് കാരണം അവരുടെ അടയാളത്തിന് പുറകെ, അത്ഭുതങ്ങളുടെ പുറകെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറയാണ്, ഇതാ യോനയിലും വലിയവൻ. എന്നിട്ട് അടയാളങ്ങൾ അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിനൊരു അടയാളം കൊടുക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. 30-ാമത്തെ വാക്യത്തിൽ, യോന നിലവാക്കാർക്ക് അടയാളം ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ തലമുറയ്ക്കും ആയിട്ടും തലമുറയെ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഈ തലമുറയിൽ യോനയുടെ അടയാളം പോലെ മനുഷ്യപുത്രനും അടയാളമായിട്ടും ഇന്ന് ആർക്കെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? അനേകര് ദൈവവചനം എത്ര കേട്ടാലും പാറപ്പുറത്ത് കൊണ്ട് വെള്ളം ഒഴിക്കുന്ന പോലെയുള്ളൂ. എന്തുകൊണ്ടാ? ദൈവമക്കളെ, അടയാളം കണ്ടിട്ടും അത്ഭുതങ്ങൾ കണ്ടിട്ടും ദൈവപ്രവൃത്തി കണ്ടിട്ടും ഇന്ന് ആ ദൈവത്തെ വിട്ടിട്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാനൊരു യാക്കോബ സമുദായത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. പുത്തൻകാവിലാണ് എൻ്റെ സ്ഥലം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഏതെല്ലാം പുണ്യവാളന്മാരുണ്ടോ ഇതിൻ്റെ എല്ലാം പുറകെ പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. 44 വർഷം ഇത് മുഴുവനും മനസ്സിലാക്കി അതിൻ്റെ പുറകെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അവസാനം യൂദാശ്ലീഹായോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്. യൂദാശ്ലീഹ എൻ്റെ ഹൃദയത്തിൽ കൂടെ തോന്നി ഈ യൂദാശ്ലീഹായോട് പറഞ്ഞിട്ട്, യൂദാശ്ലീഹ എന്ന് യേശുവിനോട് പറഞ്ഞ്, യേശു വന്ന് യൂദാശ്ലീഹായോട് പറഞ്ഞ്, യൂദാശ്ലീഹ വന്ന് എനിക്ക് സൗഖ്യം തരുന്നത് വരെ എനിക്ക് കാത്തിരിക്കാൻ നേരമില്ലാഞ്ഞിട്ട് യൂദാശ്ലീഹായോട് ഞാൻ പറഞ്ഞു, നീ കൂടെ എൻ്റെ കൂടെ സോഫായിൽ ഇരിക്കെ, ഞാൻ യേശുവുമായിട്ടൊന്ന് സംസാരിക്കട്ടെന്ന്. അങ്ങനെയാണ് യേശുവിനുമായിട്ട് ഒരു ബന്ധം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നോട് ആരും പറഞ്ഞിട്ടല്ല ഈ ബന്ധത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാളുടെ മധ്യസ്ഥതയെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ആ ആള് മധ്യസ്ഥത എന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊരു റെക്കമെൻഡേഷനാണ്. ആ ആളിനോട് ഇപ്പം മത്തായിച്ചൻ പറഞ്ഞു ചാക്കോച്ചനോട്, ചാക്കോച്ചൻ ചെന്ന് വലിയ ഓഫീസർ സ്റ്റീഫനോട് എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ചാക്കോച്ചനോട് പറഞ്ഞു വന്ന് മത്തായിച്ചനോട് പറയണം. ഇങ്ങനെയാണ് റെക്കമെൻഡേഷൻ പോകുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് യേശുവിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ മത്തായിച്ചനോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ല മത്തായിച്ചൻ സ്റ്റീഫനോട് എന്ന് പറയത്തുള്ളൂ. അപ്പൊ മത്തായിച്ചൻ അഥവാ എന്ന് സ്റ്റീഫനോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ സ്റ്റീഫന് മത്തായിച്ചനോട് കാര്യം പറയാൻ പറ്റുമോ? അത് പിന്നെ മത്തായിച്ചൻ ഇഷ്ടമുള്ളപ്പോഴല്ല ഞാനാകുന്ന യാക്കോച്ചനോട് പറയത്തുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുക, ശിശുക്കളെ പോലെ ചിന്തിക്കുക. നമുക്കിടയിൽ വേറൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. മധ്യസ്ഥനുമല്ല എന്റെ വിഷയം. ഞാനിവിടെ പ്രവാചകന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതാ പ്രവാചകനിലും വലിയവൻ, മധ്യസ്ഥനിലും വലിയവൻ, അടയാളങ്ങൾ ചെയ്തവനിലും വലിയവൻ. ഇതാണ് നമ്മുടെ വിഷയം. ആരാണ് വലിയവൻ? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഇനി നമ്മള് ലൂക്കോസ് 11:32 മതി. യോനയുടെ പ്രസംഗം കേട്ട് പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കി.
യോനയുടെ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ടു. ഇനി നമ്മൾ യോനയുടെ പ്രസംഗവും മാനസാന്തരവും നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആഴത്തിൽ കൂടി ചെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകത്തുള്ളൂ. യേശു കർത്താവ് ഇതാ യോനയിലും വലിയവെന്ന് പറയുമ്പോൾ യോനയുടെ പ്രത്യേകത എന്തായിരുന്നു, എങ്ങനെയാണ് യോന ചെന്ന് പ്രസംഗിച്ചത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സ്റ്റോറി അറിഞ്ഞാൽ പറ്റത്തില്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 1-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ആരെങ്കിലും. അടുത്ത വാക്യം കൂടെ. മതി. ഇനി നിങ്ങൾക്ക് യോനയുടെ സ്റ്റോറി എല്ലാവർക്കും അറിയാം. യോനയെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന കഥയാണ്. യോന ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഓടിപ്പോകുന്നതും കാരണം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. യോന തിരിച്ചു പോകാൻ യോന നോക്കുന്നത് ഇതൊരു ജാതീയ രാജ്യമാണ്, നിനവേ. ഈ ജാതീയ രാജ്യത്തെ രക്ഷിപ്പാൻ ദൈവം രക്ഷിക്കും എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ യോനയ്ക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും കർത്താവിന് അതിനെ രക്ഷിപ്പാൻ പദ്ധതി ഉണ്ട് എന്ന് യോനയ്ക്കറിയാം. കാരണം യോന ഒരു പ്രവാചകനാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രവാചകന് ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ഈ വിഷയത്തിൽ നിന്നും അഥവാ ദൈവത്തിന്റെ ഈ ഉദ്ദേശത്തിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് യോനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ചില 5 കാര്യങ്ങളുണ്ട്. ആ യോന പ്രവാചകനെ കുറിച്ചല്ല പഠിപ്പിക്കുന്നത്, അതിന്റെ ചില വിഷയങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. 5 കാര്യങ്ങൾ ദൈവം പ്രിപ്പയർ ചെയ്തു. 1, ദൈവം ഒരു കാറ്റ് പ്രിപ്പയർ ചെയ്തു. അത് മാത്രമല്ല, ദൈവം ഒരു മത്സ്യത്തെ പ്രിപ്പയർ ചെയ്തു. അത് മാത്രമല്ല, പിന്നെ ഒരു പുഴുവിനെ ദൈവം പ്രിപ്പയർ ചെയ്തു. ഒരു വാവണക്ക് പ്രിപ്പയർ ചെയ്തു. ഒരു ഒരു കിഴക്കൻ കാറ്റ്, ഉണങ്ങിയ കിഴക്കൻ കാറ്റ് പ്രിപ്പയർ ചെയ്ത്. ഇങ്ങനെ 5 കാര്യങ്ങൾ ദൈവം യോനയെ കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഈ പ്രിപ്പറേഷനിലേക്ക് ഞാനും നിങ്ങളും ചെന്ന് ചേരരുത്. ഒരാളെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവമക്കളെ, നമുക്ക് യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു. ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലം ആകും എന്ന് ഘോഷിച്ചു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ കെട്ടുകൊടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തി. അവർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് 8 മുതച്ചു വെണ്ണീറിയിരുന്നു. അവൻ എന്നും ഘോഷിച്ചു. പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിനെ മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. ഇനി പിന്നീട് പുറകോട്ട് പോവാം. ഓക്കെ. ഇപ്പൊ 7 വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിന്റെ ദാസി വായിച്ചത്. നമ്മൾ 7 വരെയുള്ള വാക്യത്തിനകത്തു നിന്ന് അല്പമായി നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. യഹോവയുടെ അരുളപ്പാട് 2ാമത് യോനയ്ക്ക് ലഭിച്ചു. ആദ്യത്തെ അരുളപ്പാടും പ്രകാരം ഇദ്ദേഹം മറുതലിച്ച് തർശീശിലേക്ക് ഓടിപ്പോയി. ഞാനും ഒരു പ്രാവശ്യം തർശീശിലേക്ക് പോയതാ. അവിടെ നിന്ന് ഒരു മത്സ്യം എന്നെ വിഴുങ്ങിയതുമാണ്.
ആ വിഴിഞ്ഞ മത്സ്യത്തിനകത്തുനിന്ന് ഞാൻ ഒരു കണക്കിലായിരുന്നു വെളി വന്നത്. ദൈവം സർത്തിപ്പിച്ചു. പിന്നെ ആ സർത്തിൽ കഴിഞ്ഞുകൊണ്ട് ഇപ്പോ പ്രസംഗിക്കാനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവാൻ നമ്മൾ തുനിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ്. നീ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവമക്കളെ, ഇവിടെ രണ്ടാമത്തെ അരുളപ്പാടനുസരിച്ചിട്ട് പുറപ്പെട്ട് അവിടെ ചെന്നു. നിനവിലേക്ക് ചെന്നപ്പോ യോന മത്സ്യം ഛർദ്ദിച്ചിട്ട് അങ്ങ് നേരെ നിനവയിലേക്ക് പോവുകയാണ്. ഇനി നോക്കിയേ, യോനയുടെ അടുത്തൂടെ പോയ നാറ്റമായിരിക്കും, മീന്റെ നാറ്റമായിരിക്കും. ഒരു മീന്റെ വയറ്റിൽ നിന്ന് അതിന്റെ ദ്രാവകം എല്ലാം പിടിച്ചിട്ട് ഒരു വല്ലാത്ത മനുഷ്യനെ പോലെ തന്നെ യോന ആണെന്നുള്ള വിവരം അവർക്കറിയാം. നിനവയ്ക്കാർക്ക് യോനയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. യോന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുറുപ്രാവ് എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ? അതാരാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ എന്റെ ഭാഷയാണ്. ഞാൻ കടലിൽ കുളിച്ചോ ഇല്ലയോ എന്ന് ഞാൻ അറിഞ്ഞില്ല. ആ പ്രസംഗിച്ച ഭാഷ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാനും കണ്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ഭാഷയെ കൂടി ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇദ്ദേഹം ഈ കടലാന ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വേറെ വസ്ത്രമുണ്ടോ, ശുദ്ധമാകാൻ വേറെ വസ്ത്രമുണ്ടോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, എത്ര കുളിച്ചെന്ന് പറഞ്ഞാൽ ഒരു മീൻ ഇപ്പം അങ്ങോട്ട് കറി വെച്ചത് കൂട്ടിയിട്ട് ഞാൻ വൈഫിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഇപ്പോഴും കയ്യിലെ മീൻ നാറ്റം മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ വയറ്റിൽ കിടന്ന ആളിൻ്റെ നാറ്റം ഭയങ്കരമായിരിക്കും. ഞാൻ ഇവിടെ ഡേവിഡ് ഹോക്കിൻസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ തിയോളജനും പണ്ഡിതനും പ്രാസംഗികനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ടീച്ചിങ് അനുസരിച്ചിട്ട് ഈ യോന പറയുന്നത് ഒരു പ്രാവിനെ പോലെയാണെന്നാണ്. മാത്രമല്ല, പ്രാവിന്റെ ശബ്ദം പോലെ കുറുകി കുറുകി പറയുന്ന ശബ്ദം. അദ്ദേഹം ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ നാറ്റവും അദ്ദേഹത്തിന്റെ ആ പ്രകൃതവും എല്ലാം കണ്ടു. എന്നെ കണ്ടു, കുറുറ പറയുന്ന പോലെ പറയേണ്ടത്, എന്നെ കണ്ടാൽ ഞാൻ കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് പറ്റിയത് കണ്ടോ. ഇനി നിങ്ങൾ 40 ദിവസം കൊണ്ട് കർത്താവ് നിനവയെ നശിപ്പിക്കും എന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ മനുഷ്യർക്ക് ഇവിടെ എന്തോ നടക്കാൻ പോകുന്നു എന്ന്. 40 ദിവസം കൊണ്ട് ഇത് നശിപ്പിക്കുമെന്ന്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം എവിടെ ചെന്നെന്നറിയാമോ? രാജാവിന്റെ സന്നിധിയിൽ ചെന്നു, രാജാവിന്റെ അടുക്കൽ ചെന്നു. അതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഇന്ന് അനേക പ്രസംഗങ്ങൾ രാജാക്കന്മാരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്, മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ നമുക്ക് ഇന്ന് സോദോം ഗൊമോറ പോലെ ഇന്ന് ലോകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം ഇതുപോലൊക്കെ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല കേട്ടോ. കേരളവും ഇന്ത്യയും ഇതുപോലൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഉദ്ദേശിക്കണ്ട ഇപ്പൊ എല്ലാം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മാറ്റാൻ പറ്റത്തില്ല. ഇന്ന് കേരളം വേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം. സ്തോത്രം. നോക്കിക്കോണം, അവിടെ അവരുടെ സ്വഭാവങ്ങളെല്ലാം അവർ വ്യക്തമായി മനസ്സിലാക്കിയ രാജാവ്, പൊളിറ്റിക്കൽ ലീഡറായിരുന്ന രാജാവ് ഒരു ഉത്തരവിട്ടു. ഈ 3 ദിവസത്തേക്ക് ഒരു മനുഷ്യൻ തിന്നുവോ കുടിക്കുവോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത്. മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ ഒന്നും കഴിക്കരുത്, ഉപവസിക്കണം, 2 വെണ്ണീറിലും കിടക്കണം. യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ താണപ്പോൾ ദൈവം ആ ദേശത്തിന് അനർത്ഥം വരുത്തുമെന്ന് പറഞ്ഞ അതിൽ നിന്നും അവർ മാനസാന്തരപ്പെടുവാൻ ഇടയായി. പാപം ഏറ്റുപറയുകയും മാനസാന്തരവും തമ്മിൽ 2 പാപം ഏറ്റുപറയുക എന്ന് പറയുന്നത് മാനസാന്തരവും 2
രണ്ടുപേര് പാപം ഏറ്റു പറഞ്ഞവരുണ്ട് തിരുവചനത്തിനകത്ത്. ഒന്ന് ശൗൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റു പറഞ്ഞു. അതുപോലെ തന്നെ യൂദായും ഞാൻ പാപം ചെയ്തു പോയി, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഉറ്റിക്കൊടുത്തു എന്ന് പാപം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞു. പാപം ചെയ്തത് ഏറ്റു പറഞ്ഞത് കൊണ്ട് സഹോദര സഹോദരി, നിനക്ക് വിടുതൽ കിട്ടത്തില്ല. നിനക്ക് വേണ്ടത് ഒരു മാനസാന്തരമാണ് വേണ്ടത്. ഇതാ യോനയിലും വലിയവൻ. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നിട്ട് യോനയുടെ പ്രസംഗം കേട്ട് യോന പറഞ്ഞതിന്റെ പ്രസംഗത്തിന്റെ ആ കാഠിന്യം മനസ്സിലായപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു. എങ്കിൽ ഇതാ യോനയിലും വലിയവൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരുന്ന് സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന് സ്തോത്രം ദൈവവചനത്തെ കോട്ടിമറിച്ച് കളയുന്ന ലോകത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവമക്കളെ, ആർക്കാണ് നീ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? പ്രവാചകനിലോ, അതോ അത്ഭുതങ്ങൾ ചെയ്തവനിലോ, അതോ സ്തോത്രം അടയാളങ്ങൾ കാണിച്ചവനിലോ? ആരെയാണ് നീ വലിയവനായി കാണുന്നത്? ആരാണ് നിനക്ക് വലിയവൻ? ആരാണ്? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ആരാണ് നിനക്ക് വലിയവൻ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോനയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല. പഴയ നിയമ വിശുദ്ധന്മാരാണോ വലുത്? അതോ നീതിമാന്മാരായി ജീവിച്ചിരുന്നവരാണോ വലുത്? പ്രവാചകന്മാരാണോ വലുത്? അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയവരാണോ നിനക്ക് വലുത്? യേശു പറയുന്നു, ഇതിലൊക്കെയും വലിയവൻ ഇതാ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു ചോദിക്കട്ടെ, സഹോദര സഹോദരി, നിനക്ക് വലിയവൻ ആരാണ്? ഒന്ന് ചിന്തിച്ചേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാൻ നമുക്ക്. കർത്താവേ, നീയാണ് എനിക്ക് വലിയവൻ. ഇന്ന് പകൽക്കാലം ഏറ്റുപറയുവാൻ കഴിയുമോ? കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ പാപം കടും ചുവപ്പ് പോലെ ആയിരുന്നാലും അത് രക്താംബരം പോലെ ചുവന്നിരുന്നാലും വെള്ളയായിത്തീരും. അത് പഞ്ഞി പോലെ ആക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് ഞാനും നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവമക്കളെ, ശാന്തമായി ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് മുന്നേ തരുന്നു. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ആരെയും ഓട്ടർക്കോളി വിളിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ എനിക്ക് നിയോഗമുണ്ടായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സഹോദരി സഹോദര, നിനക്കാരാണ് വലുത്? യേശുവോ അതോ പ്രവാചകനോ? യേശുവോ അതോ മറ്റുള്ള നീ വലുത് എന്ന് പറയുന്നവരോ? ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ കുടിപ്പിച്ച മുലയും നീ ചുമന്ന ഉദരവും ഭാഗ്യമുള്ളത് എന്ന്. യേശു പറയാണ്, അല്ല, എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ആണ് ഭാഗ്യവാൻ. നീ ഏതാണ് വിശ്വസിക്കുന്നത്? ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 11 ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, 27-ഉം 28-ഉം വായിച്ച് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നീ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞ് നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഏതിനെയാണ് വലിയവനായി കാണുന്നത്? പറയും, യേശു വലുതൊക്കെ, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. സമ്മതിക്കല്ല, നീ മാനസാന്തരപ്പെടണം. ശൗല് സമ്മതിച്ചു ഞാൻ പാപം ചെയ്തു എന്ന്. സമ്മതിച്ചത് കൊണ്ടായില്ല. യൂദാ സമ്മതിച്ചു പുരോഹിതന്റെ അടുക്ക ചെന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന്. സമ്മതിച്ചത് കൊണ്ട് കാര്യമായില്ല. പാപമേറ്റു പറഞ്ഞത് കൊണ്ടായില്ല. ദൈവമകനെ മകളെ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവാത്മാവിൽ
നിനക്ക് ആ ഭാഗ്യ പദവിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഇതാണ് സുവർണാവസരം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ നിന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി, നിന്റെ കുടുംബത്തെ ചൊല്ലി നീ വ്യാകുലപ്പെടുന്നുണ്ട്. നിന്റെ കുടുംബം നന്നായി കാണണമെന്ന് നീ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ആദ്യം നിനക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. അതോടുകൂടി ദൈവം നിന്റെ എല്ലാ വിഷയത്തിനും അവൻ പരിഹാരകനായി തീരും. അവനാണ് വലിയവൻ, അവനാണ് വലിയവൻ. നമ്മളിവിടെ കേട്ടുവാനിടയായി, അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, മനുഷ്യരെക്കാളും മനുഷ്യ ഹൃദയത്തെക്കാളും വലിയവൻ, ലോകത്തിലുള്ളവരെക്കാളും സകല ദേവന്മാരിലും വലിയവൻ. അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ, അവൻ യോനയിലും വലിയവൻ. നിനക്ക് അവൻ ആരാണ്? ഇന്ന് പകൽക്കാലം അത് ചിന്തിക്കാം. അവനെ നീ അംഗീകരിക്കുമ്പോഴാണ് ദൈവമക്കളെ നിന്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you for watching Brother Verghese's ministry. If you'd like to contact us for more information, a DVD, or need prayer, please email us at inchrist24@gmail.com. Thank you and God bless you, and please continue to keep our ministry in prayer.